നമ്മൾ ഈ ഓൺ സ്റ്റേജിൽ നിന്നുകൊണ്ട് പബ്ലിക്കുമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രൗഡ് അല്ലെങ്കിൽ മാസമായിട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ആ സംവദിക്കൽ പരിപാടി എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് 1 മണിക്കൂറിൽ ഒരു ആങ്കർ വേണം എന്ന് പറയുന്ന സിസ്റ്റം പരിപാടിയിലോട്ട് എത്തുവാണ്. അപ്പോൾ 1 മണിക്കൂറിൽ ആരാണ് ആങ്കർ? ഞാൻ തന്നെ ആങ്കർ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇട്ടിരുന്ന ഷർട്ട് മാറ്റിയിട്ട് മോനെ ആ കോട്ടിക്കന്ന് എന്ന് പറഞ്ഞാൽ കോട്ടിട്ട് നേരെ കയറി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഗുഡ് ലുക്കിംഗ് ആവണം അല്ലെങ്കിൽ മേക്കപ്പ് ഈ പരിപാടിയുടെയൊക്കെ കാലം പണ്ടേ പോയി. ഞാൻ ചെയ്യുമ്പോഴേ ഇല്ല. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല ഒരു പരിപാടിക്ക്. പിന്നെ ഇന്നത്തെ കാലത്ത് അതൊന്നും ആപ്ലിക്കബിളേ അല്ല. ഈ ഗുഡ് ലുക്കിംഗ് സാധനങ്ങളൊന്നും അല്ലാത്ത എത്രയോ ഫേമസ് ആളുകൾ, ഗുഡ് ലുക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞത് ഗുഡ് ലുക്കിങ്ങിൻ്റെ ഒരു സെറ്റ് ഓഫ് ഈ പറഞ്ഞ പോലത്തെ നോംസ്, ആ നോംസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ നോംസിലൊന്നും 10ൽ 10 മേടിക്കാത്ത സൂപ്പർ പോപ്പുലർ ആളുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ട്. കയ്യടി ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് RJ ആയിക്കോട്ടെ, VJ ആയിക്കോട്ടെ, മറ്റേ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതും കയ്യടി കിട്ടുന്നതാണെങ്കിൽ അതെല്ലാം പിടിക്കും. അതാണ് എൻ്റെ ഒരു ഇക്വേഷൻ. ഞാൻ അങ്ങനെ ഭയങ്കര നല്ലൊരു കേൾവിക്കാരനായിരുന്നോ പഴയ ഇന്റർവ്യൂസിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കല്ലാന്ന് തോന്നുന്നു. മൈക്കിൻ്റെ വേറൊരു ഇൻ്റർവ്യൂവിൽ, അതായത് മൈക്ക് ഗസ്റ്റായിട്ട് ചെന്നൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടൊരു ചോദ്യമാണ്. പലപ്പോഴും മൈക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഓഡിയൻസിന് ചോദിക്കാൻ താല്പര്യമുള്ള രീതിയിലായിരിക്കും. പലരുടെയും ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും. ഇപ്പം എനിക്ക് പേഴ്സണലി ചോദിക്കാൻ താല്പര്യമുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. കുറച്ച് ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ചിന്തിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ മൈക്ക് ഫുള്ളി ഓഡിയൻസിൻ്റെ രീതിയിൽ ചിന്തിച്ചായിരിക്കും ചോദിക്കുന്നത് എന്ന് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇനി വീണ്ടും ആങ്കറിങ് ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഫ്രണ്ടിലിരുന്നാൽ ഇപ്പോഴും അതേ ആശയത്തിൽ തന്നെ നിൽക്കുമായിരിക്കും? സത്യം പറഞ്ഞാൽ തമ്പുരാൻ അറിയാമെന്ന് വേണം പറയാൻ. കാരണം ഈ പരിപാടിയെ മറന്നുപോയെന്നാണ് എൻ്റെ സംശയം. കാരണം കുറെ നാളായിട്ട് ഞാനിപ്പോൾ അതാ പറഞ്ഞു, ഇപ്പം സംസാരിക്കാൻ വരുന്നതിനുള്ള ഞാൻ ജോസ്റ്റോട് ചോദിച്ചില്ല, ഞാൻ ജീവിതത്തിൽ അതിന് ഒരാളോട് ചോദിക്കുന്നത് നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഞാൻ ഗസ്റ്റായിട്ട് സംസാരിക്കുന്ന പരിപാടികളായിക്കോട്ടെ, ഞാൻ ഇന്നേ വരെ ഒരിക്കലും അങ്ങനെ ഒരാളോട് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്താണ് സംസാരിക്കാൻ പോകുന്നത്, എന്ത് സംസാരിച്ചാലും എന്നാൽ അറിയാവുന്ന വിധം അതിനെ സംസാരിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി അങ്ങനെ ഇങ്ങനെ മാത്രം ആവണം ഇൻ്റർവ്യൂ എന്നൊന്നും വിശ്വസിക്കുന്നില്ല. കംപ്ലീറ്റ്ലി നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറി മറിയുകയും ചെയ്യുക. അതായത് എനിക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് എന്ന് എൻ്റെ ധാരണയിൽ തോന്നുന്നതാണ് എൻ്റെ മനസ്സിൽ വരിക. കംപ്ലീറ്റ്ലി പ്രേക്ഷകർക്ക് അറിയേണ്ടത് അതാവണമെന്നില്ല. അപ്പോൾ അതിനകത്തൊരു ഒരു 50-50 ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ധരിക്കുകയാണ് ഇതാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടതെന്ന്. അപ്പോൾ ആ ധാരണയിൽ എനിക്ക് കാലാകാലത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇതാണെന്ന് ഞാൻ കരുതിയ കാര്യമല്ല ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അറിയേണ്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. പ്ലസ് ഈ പറഞ്ഞ പോലെ അവർ എന്താണ് ഏറ്റവും നന്നായി സംസാരിക്കുന്നത്, അവർക്ക് ഏറ്റവും കൂടുതൽ എല്ലാ ആളുകളും എനിക്ക് ഈയിടെയായിട്ട് മനസ്സിലായി. ഞാൻ ഈ പ്രോസസ്സിൽ നിന്ന് മാറി നിന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂസ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് എന്തോ സംസാരിക്കാനുണ്ടല്ലോ. അതായത് ഈ ഒരു പരിപാടിക്ക് സംസാരിക്കുന്നതിന് മുമ്പേ, ക്യാമറ ഓൺ ആക്കുന്നതിന് മുമ്പേ, റെഡിയല്ലേ, മൈക്കൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ കൂടെ കുറേ സാധനങ്ങൾ പോകുന്നില്ലേ. ഞാൻ എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഒരു പരിപാടി പോകുന്നില്ലേ. അവർക്ക് ആ സംസാരിക്കാനുള്ളത് നന്നായി കേൾക്കണം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഇന്ന് ആഡ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര നല്ലൊരു കേൾവിക്കാരനായിരുന്നോ പഴയ ഇന്റർവ്യൂസിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കല്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നാനുള്ള കാരണം ഐ വാസ് റഷിങ്. ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ അധികം ചോദ്യങ്ങൾ അവരോട് ചോദിക്കണം എന്ന് പറയുന്നൊരു റഷ് എൻ്റെ മനസ്സിൽ എവിടേക്കോ കിടന്നിട്ട് അതെല്ലാം ചോദിക്കാനുള്ള ഒരു റഷ് എനിക്ക് എപ്പോഴും ഇന്റർവ്യൂസിലുള്ളതായിട്ട് ഞാൻ എൻ്റെ ഇന്റർവ്യൂസ് പണ്ട് കണ്ടിട്ടില്ല. അതായത് ചെയ്യുമ്പോൾ ഇത് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്ത് ഇറക്കി വിടുന്നു എന്നല്ലാതെ ഇത് പരിപാടി ഇരുന്ന് കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ തോന്നുന്നില്ലല്ലോ. നമ്മൾ ഇത് കണ്ട സാധനം പിന്നെ നമ്മൾ ചെയ്ത സാധനം പിന്നെയും കാണാൻ തോന്നുന്നില്ല. ഇപ്പൊ പക്ഷേ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇരുന്നിട്ട് വേറെ ആരുടെയോ ഇന്റർവ്യൂ കാണുന്നതുകൊണ്ട് എൻ്റെ ഇന്റർവ്യൂ ഒക്കെ ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കൊരു ഭയങ്കര റഷ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ നല്ല ലിസണർ ആവണം എന്ന് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ പിന്നെയും ചെയ്തു വന്നാൽ ഒരു കുറച്ചുകൂടെ നല്ല ലിസണർ ആവാൻ ഉറപ്പായിട്ടും ഞാൻ ശ്രദ്ധിക്കും ചെയ്യുവാണെങ്കിൽ. ഉറപ്പായിട്ടും. അപ്പം ഇപ്പം ഒരുപാട് ഇപ്പോഴത്തെ ഇന്റർവ്യൂസിൽ ഇപ്പോഴാണെന്ന് തോന്നുന്നു കൂടുതലും വിവാദങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. മുമ്പിലത്തെ ഇന്റർവ്യൂസിലൊന്നും അങ്ങനെ ഒരുപാട് വലിയ വിവാദങ്ങളില്ല. പക്ഷെ മൈക്കിന്റെ ചില ഇന്റർവ്യൂസ് ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നിട്ടുള്ള ചില 1-2 ഇപ്പോഴാണെന്ന് അതിന്റെ ഒരു കൂടിയത്, ഈ വിവാദങ്ങൾ കൂടിയതും ഒരു കാര്യം പറയുന്നതിനകത്ത് ട്രോളാക്കി. ഇപ്പം എൻ്റെ കാര്യമാണല്ലോ അറിയാം, നമ്മൾ വിചാരിച്ച രീതിയിലല്ല അതിൻ്റെ ഔട്ട്പുട്ട് വന്നതും അത് ട്രോളാകുന്നു, പ്രേക്ഷകർ അതിനെ വേറെ രീതിയിൽ ഏറ്റെടുക്കുന്നു, നമുക്ക് വരുന്ന തെറിവിളികൾ അതെല്ലാം ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്തെ ഇന്റർവ്യൂസും, അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾ മുന്നേ 3-4 ഇയേഴ്സ് മുന്നേ, ഇപ്പൊ കുറച്ചുകൂടെ ഡിജിറ്റൽ യൂസ് ആൾക്കാർക്ക് കൂടിയതും കൊണ്ടൊക്കെയാണ്
ഇന്റർവ്യൂസിന്റെ കൗണ്ടും കൂടി, ചാനൽസിന്റെ എണ്ണവും കൂടി, അപ്പം ഈ വിവാദങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ വിവാദ സമയത്ത് മൈക്കിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇന്റർവ്യൂസ് തന്നെ രണ്ടായിട്ട് എടുക്കാം. ഈ വിവാദങ്ങൾ ഇല്ലാത്തൊരു ടൈപ്പ് ഉണ്ട്, ഒരു സീരിയസ് മൂഡ് പിടിക്കുന്നതാണെങ്കിലും, പിന്നെ ഇപ്പുറത്തുണ്ട് കുറച്ച് ഫൺ, ഒരു ക്യൂട്ട്നെസ് പരിപാടിയൊക്കെ പിടിക്കുന്നതാണെങ്കിലും. അതെ, അതുണ്ട്. അപ്പൊ ഏതില് ഇപ്പം ഒരു പ്രേക്ഷകനായിട്ടാണെങ്കിലും ഒരു ആങ്കർ ആയിട്ടാണെങ്കിലും എങ്ങനത്തെ ആയിരിക്കും മൈക്കിന് കൂടുതലൂടെ ചൂസ് ചെയ്യാനായിട്ട് തോന്നുന്നത്? ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടികളായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടികളോ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പരിപാടിയോ പറഞ്ഞ ഇത് രണ്ടുമല്ല. നമ്മുടേതായ ഒരു പരിപാടി പിടിക്കാനാണ് ഇഷ്ടം. ഇതിനകത്ത് ഈ ഒരു മുഖം വെച്ചിട്ട് അറിയാമല്ലോ, ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക വേണ്ട. പിന്നെ വളരെ സീരിയസ് ആയിട്ട് ആധികാരികമായിട്ട് സിനിമയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കാലിറ്റിയെ പറ്റിയിട്ടോ ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ലൈൻ നമുക്ക് എന്തായാലും പറ്റില്ല. എന്നാൽ ഇങ്ങേ സൈഡിൽ ക്യൂട്ട്നെസ് വാരി തരാൻ നമ്മുടെ ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു സാധനമുള്ളൂ, നമുക്ക് മറ്റേ സർവൈവ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കാറുള്ള പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ എപ്പോഴും ആലോചിക്കണമെന്ന് മനസ്സിൽ അടിവരയിട്ട് വെച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടേതായ ഒരു പരിപാടി ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ട്രെൻഡ് എന്താണ്, ആളുകൾ എന്ത് ചോദിക്കുന്നു, അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് പകരം നമുക്ക് എന്താണ് തോന്നുന്നത്, ഇതിൻ്റെ പെർസ്പെക്റ്റീവ് ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ ഇതിൽ തുടങ്ങണം, ഇതിൽ അവസാനിക്കണമെന്ന് നമുക്ക് മറ്റേ ഫ്രം ദ ഹാർട്ട് തോന്നുന്നത് എന്താണോ അത് പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ വേറെ എന്തൊക്കെ നോക്കിയാലും അവരെ പോലെ അവരുണ്ട്. നമ്മൾ അവരെ പോലെ ഒരു പരിപാടി, അതായത് സീരിയസ് സെഗ്മെന്റ് ഓഫ് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഫൺ സെഗ്മെന്റ് ഓഫ് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ക്യൂട്ട്നെസ് സെഗ്മെന്റ് ഓഫ് ഇന്റർവ്യൂസ്, ഓക്കെ, അതൊക്കെ ചെയ്യാൻ അവിടുത്തെ ആ ആളുകളുണ്ടല്ലോ, അതൊക്കെ കാണാനും ആളുകളുണ്ട്, അത് ചെയ്യാനൊരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. അപ്പം നമ്മൾ ആ ലീഗിലോട്ട് പോകുന്നതിനേക്കാൾ പകരം നമ്മുടേതായ ഒരു ലീഗ് വെട്ടി തെളിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതെ, ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു VJ ഫീൽഡിൽ വന്നു, പിന്നെ RJ ആയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ ഈ സ്റ്റേജ് ഷോസ് ഹോസ്റ്റ് ചെയ്യുമല്ലോ, ഈവൻസ്, ഒരുപാട് ആൾക്കാർ ഫ്രണ്ടിലുണ്ടാകും, അവിടെ മൈക്ക് വെച്ച്. മറ്റേതൊക്കെ നമുക്ക് ഇപ്പൊ ഇവിടെയാണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്യാം, അത് എഡിറ്റിൽ കട്ട് ചെയ്ത് കളയാം. സ്റ്റേജിൽ വരുമ്പോൾ അങ്ങനെയല്ല. ഫസ്റ്റ് ടൈം ഈ മൈക്ക് കയ്യിലെടുത്ത് ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ വെച്ച് പബ്ലിക് ആയിട്ട് ഒരു സ്റ്റേജ് ഷോ ഹോസ്റ്റ് ചെയ്തൊരു ആ ഒരു മെമ്മറി ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ചാലഞ്ചിങ് ആയിരുന്നു, പേടി ഉണ്ടായിരുന്നു, അതോ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു? ആക്ച്വലി ചാലഞ്ചിങ്ങും പേടിയും എല്ലാം എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു പരിപാടി അല്ല ഈ സ്റ്റേജ് ഹോസ്റ്റിംഗ്. കാരണം ഞാൻ അതിൽ അത്ര ഗുഡ് അല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാമറയിൽ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്യുന്ന പരിപാടി, പക്ഷെ ഞാൻ അങ്ങനെ ഈ കട്ട് ചെയ്യുന്ന പരിപാടിയേക്കാളും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതിവിടെ കേൾക്കാൻ എത്ര പേരുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന കോൺവെർസേഷൻ ജ്യോതിഷ കേൾക്കുന്നുണ്ട്, നമ്മുടെ സിനിമാറ്റോഗ്രാഫേഴ്സ് ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കലി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കുന്നുണ്ട്. പകരം ഇതിനോട് ആരും റിയാക്ട് ചെയ്യണ്ട, ജ്യോതിഷം ഞാനും മാത്രം കോൺവെർസേഷനിൽ ഏർപ്പെട്ടാൽ മതി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ സ്റ്റേജ്, നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പുറത്ത് കണ്ടു നിൽക്കുന്ന 200 പേര് അല്ലെങ്കിൽ 500 പേര് അല്ലെങ്കിൽ 1000 പേര്, ഇവരുമായിട്ടൊരു സംവദിക്കൽ നടക്കണമല്ലോ. എനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഈ ഓൺ സ്റ്റേജിൽ നിന്നുകൊണ്ട് പബ്ലിക്കുമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രൗഡ് അല്ലെങ്കിൽ മാസ്സായിട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ആ സംവദിക്കൽ പരിപാടി എനിക്ക് അറിയാൻ പാടില്ല. അതായത് ക്രൗഡിനെ ചിയർ ചെയ്ത് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് സ്റ്റേജിൽ നടത്താൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് ഇതിനോടൊരു ടെൻഷനും മറ്റേ ഈ പറഞ്ഞ പോലെ അയ്യോ ഞാൻ ചെയ്യണോ, ഞാൻ കഴിവതും ഒഴിവാകും. റെഡ് എഫ് എമ്മിൽ കുറേ ഇവന്റുകൾക്ക് ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ മറ്റേ ഇന്ന് പേപ്പർ ഇട്ടോളാം, എന്നെ ഒഴിവാക്കൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ എന്നാൽ നിർബന്ധിച്ച് കുറേ പരിപാടികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. ഐ മീൻ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണല്ലോ കൂടെ വർക്ക് ചെയ്തത്. അപ്പോൾ അവർ നൈസായിട്ട് നമ്മളെ എല്ലാം സെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് കയറ്റുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യാൻ ഇറങ്ങി കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചെയ്തല്ലേ പറ്റൂ, തിരിഞ്ഞോടാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ കൂളായിട്ടാണോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കൂളായിട്ടെന്ന് തോന്നുന്നൊരു വിധത്തിൽ ഞാനങ്ങ് ചെയ്യും. ആ ലൈനാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വർക്ക് ചെയ്തപ്പോഴത്തെ ഒരു പരിപാടി അറിയാണ്ട്, അതായത് ഞാനൊരു എന്താ പറയുക ഒരു പ്രോജക്റ്റ് ഹെഡായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, അതിന് മറ്റൊരു ആങ്കർ ഉണ്ട്. ആ ഇവന്റിന്റെ ഫിനാലേക്ക് ആ ആങ്കർ ഹോസ്റ്റ് ചെയ്ത് ആ പരിപാടി നടക്കാൻ നിൽക്കുമ്പോൾ ആ ആങ്കർ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? വള്ളം മുങ്ങാൻ പറ്റുമോ? അപ്പൊ പിന്നെ നമ്മൾ നമുക്ക് ഈ പരിപാടി ഇഷ്ടമാണോ അല്ലയോ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജിൽ നിന്ന് സംവദിക്കാൻ അറിയുമോ ഇല്ലയോ എന്നൊക്കെ പറയുന്നത് ഒക്കെ സെക്കൻഡറിയാണ്. ആ പരിപാടി നടക്കണമെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൽ ഒരു ആങ്കർ വേണം എന്ന് പറയുന്ന സിസ്റ്റം പരിപാടിയിലോട്ട് എത്തുവാണ്. അപ്പോൾ 1 മണിക്കൂറിൽ ആരാണ് ആങ്കർ? ഞാൻ തന്നെ ആങ്കർ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇട്ടിരുന്ന ഷർട്ട് മാറ്റിയിട്ട് മോനെ ആ കോട്ടിങ്ങന്ന് എന്ന് പറഞ്ഞാൽ കോട്ടിട്ട് നേരെ കയറി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് വരുമ്പോഴും നമുക്ക് പിന്നെ ആ ഒരു ഫ്ലോയിൽ നമ്മളങ്ങ് ചെയ്തു പോകും. അല്ലാത്തപ്പോൾ ഈ പറഞ്ഞ പോലെ കയറുന്നതിന് മുന്നേ വരെ എനിക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞാലോ എനിക്ക് വേണ്ട, എന്നെ ഒഴിവാക്കുക എന്നൊക്കെയുള്ള മൈൻഡ് ഉണ്ടാവും. കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ മൈക്ക് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ജോലിയുടെ
ഒരു റെസ്പോൺസിബിൾ പരിപാടിയിൽ ആ ഫ്ലോയിലങ്ങ് പോകും. ഇപ്പം ഈ ആങ്കേഴ്സിൻ്റെ ഒരു പലരും പറയാണ്ടല്ലേ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ആങ്കേഴ്സിൻ്റെ ലൈഫ് തന്നെ നോർമലി എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം, സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ തീർന്നു, പിന്നെ ആൾക്കാർ പിടിച്ച് എയറിലാക്കിക്കോളും. അപ്പം നമ്മൾ എല്ലാം ശ്രദ്ധിച്ചാണ് ചെയ്യാൻ. നമ്മുടെ ലുക്ക് ആണെങ്കിലും ലൈക്ക് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, ഇപ്പം മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നോക്കണം. അപ്പം അങ്ങനത്തത് ലൈക്ക് ഇപ്പോഴത്തെ കാലത്ത് ആവശ്യമുള്ള ഒരു സാധനമായിട്ട് തന്നെ തോന്നുന്നു. ഇതൊക്കെ പോയി, അതൊക്കെ പഴയ പരിപാടിയായിരുന്നു. ഈ മറ്റേ ഗുഡ് ലുക്കിംഗ് ആണ്, മറ്റേ ഭയങ്കര എന്തോ ഭയങ്കര ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു വൊക്കാബുലറി പിന്നെയും ആപ്ലിക്കബിൾ ആണ് എപ്പോഴും. കാരണം നമ്മൾ ഒരു കോൺവെർസേഷണൽ ഷോ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഒരു സംസാരിക്കുന്ന സബ്ജക്റ്റ്, അതിൻ്റെ നമ്മൾ സംസാരിക്കുന്ന ആസ്പെക്റ്റ്, ഇതൊക്കെ ഒരു മാറ്ററാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ആവുന്നത് നമ്മുടെ ലാംഗ്വേജ്, ഭാഷാശുദ്ധി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാകുമ്പോഴാണ്. ഇത് മസ്റ്റ് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഗുഡ് ലുക്കിംഗ് ആവണം അല്ലെങ്കിൽ മേക്കപ്പ്, ഈ പരിപാടിയുടെയൊക്കെ കാലം പണ്ടേ പോയി. ഞാൻ ചെയ്യുമ്പോഴേ ഇല്ല. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല ഒരു പരിപാടിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് അതൊന്നും ആപ്ലിക്കബിളേ അല്ല. പകരം വലിയ വലിയ ആളുകളൊക്കെ എൻ്റെ ഒക്കെ ഹെഡ്സൊക്കെ പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ആപ്ലിക്കബിൾ ആണെന്ന് ഇന്ന് തോന്നിയിട്ടുള്ള കാര്യം പ്രസൻറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ കാണാൻ ഗുഡ് ലുക്കിംഗ് ആണോ അല്ലയോ, നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങൾ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, കളർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് മാറ്റർ അല്ല. പക്ഷേ പ്രസൻറ്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം അത് ബേസിക് അതിൻ്റെ ഒരു ഇക്വേഷൻ്റെ ഭാഗമാണല്ലോ. കണ്ടിരിക്കുന്ന ഒരാൾക്ക് പ്രസൻറ്റബിളായ ഒരു ആങ്കറും പ്രസൻറ്റബിളായ ഒരു ഗസ്റ്റും അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ വരുന്ന ആരും പ്രസൻറ്റബിൾ ആണെങ്കിൽ അത് കാണാൻ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ പ്രസൻറ്റബിൾ ആയിരിക്കുക, നല്ല അത്യാവശ്യം ഭാഷ കൈകാര്യം ചെയ്യുക, ഇത് മതി. വേറെ ലുക്കോ മേക്കപ്പോ കളറൊന്നും വേണ്ട. പലരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, തെറ്റിദ്ധാരണയാണെന്ന് എൻ്റെ അഭിപ്രായം, വളരെ പേഴ്സണലായ അഭിപ്രായമാണ്. ഈ ഗുഡ് ലുക്കിംഗ് സാധനങ്ങളൊന്നും അല്ലാത്ത എത്രയോ ഫേമസ് ആളുകൾ, ഗുഡ് ലുക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞത് ഗുഡ് ലുക്കിങ്ങിൻ്റെ ഒരു സെറ്റ് ഓഫ് ഈ പറഞ്ഞ പോലത്തെ നോംസ്, ആ നോംസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ നോംസിലൊന്നും 10 ൽ 10 മേടിക്കാത്ത സൂപ്പർ പോപ്പുലർ ആളുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു മാറ്ററേ അല്ല. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ആ കാലത്ത് തന്നെ ഇതൊന്നും മാറ്ററല്ല. അതൊക്കെ മറ്റേ പണ്ടത്തെ നിയമമായിരിക്കും. മേ ബി TV-യുടെ ഒക്കെ തുടക്കകാലത്ത് മേ ബി അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. ഡിജിറ്റലിലൊന്നും ആ പരിപാടിയേ ഇല്ല. നിങ്ങൾ പറയുന്ന പരിപാടി കൊള്ളാവോ? നിങ്ങൾ പറയുന്നതിനകത്ത് കാമ്പുണ്ടോ? നിങ്ങളത് എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണോ അവതരിപ്പിക്കുന്നത്? അത് കാണാൻ ആളുണ്ട്. അതെ. ഇപ്പം ഈ എഞ്ചിനീയറിംഗിൽ നിന്ന് ഈ ഒരു ഫീൽഡിലോട്ട് വന്നല്ലോ, കുറച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡ്, ഇപ്പം എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാവും എന്നൊക്കെ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടും ഇല്ല. പിന്നെ നാട്ടിലെ മറ്റേ നമ്മുടെ ലോക്കൽ ചാനൽ ഉണ്ടാവില്ല, കേബിൾ TV ചാനൽ എല്ലാ നാട്ടിലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ നമ്മുടെ നാട്ടിലെ ലോക്കൽ ചാനൽ ആങ്കർ ആയിരുന്നു ഞാൻ. അപ്പോൾ പണ്ട് തന്നെ അവിടെ ആങ്കർ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അവിടുത്തെ ആ കേബിൾ TV കമ്പനിയുടെ അല്ലെങ്കിൽ ആ ചാനലിന്റെ ഓണർ എന്ന് പറയുന്ന അപ്പൻ്റെ ഫ്രണ്ട് എനിക്ക് അറിയുന്ന ആളാണ്. പുള്ളിയോട് മറ്റേ സാധനം എവിച്ചായോ, ഈ ചാനൽ ഇങ്ങനെ സിനിമയും വാർത്തയും മാത്രം വിട്ടാൽ മതിയോ, ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടിയൊക്കെ വിടണ്ടേ, ഒരു പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പുള്ളി പറഞ്ഞു, പ്രോഗ്രാം ഒക്കെ കൊള്ളാം, നല്ലതാണ്, ശരി ആര് ചെയ്യും? ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലായോ, സ്വയം ഇങ്ങനെ പ്രസന്റ് ചെയ്ത്, ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പിച്ചിങ്, ആദ്യത്തെ ക്ലൈം പിച്ച് ഇതാണെന്ന് പറയാം. മറ്റേ ഞാൻ തന്നെ ചെയ്യാം. നീയോ? അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ചെയ്യും, മറ്റേ സ്കൂളിൽ കലോത്സവത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ പുള്ളിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവിടുത്തെ ഉണ്ടായിരുന്ന ക്യാമറമാനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത്, എനിക്കാണ് ഒരു ഫ്രെയിം വെക്കുന്ന പോലും അന്നറിയത്തില്ല, ഞാൻ കോളേജിൽ പഠിക്കുക. അപ്പോൾ പുള്ളിയോട് പറഞ്ഞിട്ട് ചേട്ടാ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോണിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് കോൾ ടൈം എന്ന് ഞാൻ തന്നെ അതിനൊരു പേരൊക്കെ ഇട്ട് അവിടുത്തെ എന്താ ഗ്രാഫിക് ഡിസൈനർ എന്തൊക്കെയോ സാധനം ക്രിയേറ്റ് ചെയ്ത് ഒരു മറ്റേ മഞ്ഞ് വീഴുന്ന എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു മൊണ്ടാജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നു. അതൊക്കെ വെച്ചിട്ട് ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ അപ്പോൾ എന്നിട്ട് നേരെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി നാട്ടിൽ ഓടിച്ചിട്ടുണ്ട്. ഈ എക്സ്പീരിയൻസുമായിട്ടാണ് കൊച്ചി വരുന്നത്. അപ്പോൾ അപ്പത്തിന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ IT പരിപാടികളിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോഴും മറ്റേ ചാനൽ നേരത്തെ നാട്ടിൽ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ് എനിക്ക് ആകെ ഒരു മുതൽക്കൂട്ട്. ഒരു ചാനലിൽ കയറി ചെന്ന് ഒരു ഓഡീഷൻ കിട്ടുമോ, എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആകുമെന്നൊരു കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കാരണം വെച്ചാൽ ഓഡീഷന് ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 50 പേര് ഓക്കെ സെറ്റ്, ഇരിക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ഇവിടെ വന്നതേ വെറുതെ ആയി, നിൽക്കണോ പോണോ, ഓഫീസിൽ മറ്റേ കള്ളം പറഞ്ഞ് എടുത്തേക്കുന്ന പെർമിഷൻ ഉച്ചവരെ ഉള്ളൂ, അതിന് മുന്നേ ചെല്ലുകയും വേണം, എന്ത് ചെയ്യണം, നിൽക്കണോ പോണോ എന്ന് പറഞ്ഞ ലൈനിലാണ് ഓഡിഷൻ നിന്നത്. പിന്നെ ഫുൾ മറ്റേ റെക്കമെൻഡേഷനൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ വന്നേക്കുന്നു. നമ്മൾ മറ്റേ അവിടെ ചെന്നിട്ട് ഇത് ഏതാ ഓഫീസ്, ഓഡിഷൻ എന്തുവാ, നിങ്ങൾ എന്തുവാ ചോദിക്കാൻ പോകുന്നത്, ഈ ടാഗ് ഇട്ട് പോകുന്നവരൊക്കെ ആരാ എന്താ ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ ഒരാളോട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ.
കുറെ പേര് ടാഗ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കിടക്കുന്നുണ്ട്, എന്തൊക്കെയോ തിരക്ക് കാണിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരെ മുറിയിലോട്ട് കയറി പോകുന്നുണ്ട്, തിരിച്ച് വേർത്തൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ലൈന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആഗ്രഹം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അന്ന് മുതലേ ചെറുപ്പം മുതലേ ഈ ഒരു ആർജെ ആവണം അല്ലെങ്കിൽ ആർജെ ആവണം എന്നല്ലോ കൈയടി ഇഷ്ടമാണ്. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഈ സ്റ്റേജിലെ പരിപാടികൾക്ക് എന്തെങ്കിലുമൊക്കെ കയറുക, അതിന് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അങ്ങനെ ആദ്യമായിട്ട് കൈയടി എൻജോയ് ചെയ്ത് തുടങ്ങിയ ഓർമ്മ എനിക്കുള്ളത്. 8 തന്നെയാണ് പ്രൈസും മറ്റേ നമ്മൾ ഈ സ്കൂളിൽ കലാപ്രതിഭയൊക്കെ ആകുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ. കലാപ്രതിഭയായിരുന്നോ? അത് 8ലും 8 തൊട്ട് 12 വരെയൊക്കെ മറ്റേ മിമിക്രി ഫസ്റ്റ് കലാപ്രതിഭ പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിൽ കൊച്ചു പിള്ളേര് നമ്മൾ ആദ്യ സ്റ്റേജ് കഴിഞ്ഞ വർഷം പ്രൈസ് മേടിച്ച ചേട്ടൻ ഈ കൊല്ലം പരിപാടി അവതരിപ്പിക്കാനായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന സബ് ജൂനിയർ പിള്ളേര് ഓർത്തിട്ട് ഇന്ന് കൈയടിക്കും. അതായത് ഈ ചേട്ടൻ ചെയ്ത കഴിഞ്ഞ വർഷത്തെ എന്തോ പരിപാടി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കയ്യടി ഭയങ്കര ഒരു ഹൈ തന്നു. പിന്നെ നമുക്ക് ഡബിൾ എനർജി ആയി അത് പെർഫോം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഈ 8ാം ക്ലാസ് തൊട്ട് എനിക്ക് കയ്യടിയോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ കയ്യടിയുടെ തന്നെ പല പല രൂപങ്ങളാണ് ആർജെയും ബിജെയും പരിപാടിയൊക്കെ. കാരണം കയ്യടി കിട്ടുക നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് അത് ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ക്രിയേറ്റീവായ ഒരു പ്രോസസ്സായിട്ടൊക്കെ അത് ഉരുത്തിരിഞ്ഞു വന്നു. അതിനു മുമ്പേ ഈ കയ്യടിയോടുള്ള ഇഷ്ടമാണ്. അപ്പം ഇതിൻ്റെയും റൂട്ട് എനിക്ക് മനസ്സിലാവുന്നത് കയ്യടി ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആർജെ ആയിക്കോട്ടെ ബിജെ ആയിക്കോട്ടെ മറ്റേ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതും കയ്യടി കിട്ടുന്നതാണെങ്കിൽ അതെല്ലാം പിടിക്കും. അതാണ് എൻ്റെ ഒരു ഇക്വേഷൻ. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഒരു ആക്ടിങ് കൂടെ ട്രൈ ചെയ്തത്. ആക്ടിങ് ട്രൈ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു ട്രൈ ആണ്. അതായത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാമോ ഇല്ലയോ ഒന്നും അറിയാൻ പാടില്ല, പക്ഷെ കൂട്ടുകാർ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടി ധാരണ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുണ്ട്. പിന്നെ നമ്മളെ എന്ത് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന ധാരണയും അവർക്കുള്ളത് കൊണ്ട് അവരുടെ ധൈര്യത്തിൽ ഒരു അറ്റംപ്റ്റ് നടത്തുക. നടന്നു. എന്തായാലും എന്തോ ഭാഗ്യത്തിന് പാളിയില്ല. മറ്റേ സാധനം ഇമോഷണൽ സീൻ വരുമ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ തിയേറ്ററിൽ കൂവിലോ വല്ലോ ആയാൽ ചത്താ മതി. ഭാഗ്യത്തിന് ആൾക്കാർ കൂവിയില്ല. ഇമോഷൻ കണക്ട് ആയി അവർക്ക്. അതെ അതെ, ഭാഗ്യം. ബാക്കി ഇനിയും ആക്ടിംഗ് പരിപാടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അന്നൊരു കാര്യം തീരുമാനിച്ചു, ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇനി ചെയ്യാൻ. അന്നൊരു മനസ്സിലാക്കലും ഇല്ലാതാണ് ചെയ്തത്. അതായത് ഓഫീസിൽ ഉച്ചവരെ വർക്ക് ചെയ്യും, ഉച്ച കഴിഞ്ഞ് വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഒരു ക്യാരക്ടർ ആവാൻ പറഞ്ഞാൽ പറ്റുന്ന പരിപാടിയല്ല ആക്ടിംഗ് എന്നൊരു ധാരണ കൃത്യമായിട്ട് അന്ന് കിട്ടി. അതായത് ഉച്ചവരെ ഓഫീസിൽ ഇരുന്നിട്ട് നേരെ വന്നിട്ട് വൈകിട്ട് വന്നിട്ട് 4 മണിയായപ്പോൾ വന്ന് ഷോട്ടിൽ നിൽക്കുക, മനസ്സിലായി. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ക്യാരക്ടറിനെ അങ്ങനെ മനസ്സിലാക്കാനൊന്നും, അതിനുള്ള എക്സ്പീരിയൻസോ എക്സ്പോഷറോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ബേസിക് ധാരണ വരുത്തിയിട്ട് ഇനി ചെയ്താൽ മതി, ഇല്ല ഈ വൃത്തികേട് വീണ്ടും ആവർത്തിക്കും എന്ന് പറയുന്ന ധാരണയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പിടിച്ചിട്ടില്ല. പലരും ഇപ്പൊ യൂട്യൂബ് ചാനൽസ് സ്വന്തമായിട്ട് തുടങ്ങുന്നുണ്ടല്ലോ. ഇപ്പൊ മൈക്കിന് പോപ്പുലർ ആണ്, ആൾക്കാർക്ക് അറിയാം, പക്ഷെ സ്റ്റിൽ ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ടില്ല ഇതുവരെയായിട്ടും. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഇനി? കുറെ പേര് പണ്ടുതൊട്ടേ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകളുടെ ഒക്കെ ഒരു ബൂമുള്ള സമയത്ത് തന്നെ കുറെ ആളുകൾ ഈ പറഞ്ഞ പോലെ ചേട്ടൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ പരിപാടികളൊക്കെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ ലൈനിലൊക്കെ കുറെ പയ്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തോ നടന്നില്ല, അതിങ്ങനെ നീണ്ടുകണ്ടങ്ങ് പോയി. ഇനി വേണമെങ്കിൽ ഒരെണ്ണം തുടങ്ങണം. ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്ന് അറിയാൻ പാടില്ല, എന്നാൽ പോലും ചിലപ്പോൾ തുടങ്ങുമായിരിക്കും ഒരെണ്ണം പിടിക്കാൻ വേണമെങ്കിൽ. ഇപ്പൊ മറ്റേ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടായതുകൊണ്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ മൂഡിലങ്ങ് പോയാലും ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ തുടങ്ങിയാൽ എന്ത് ടൈപ്പ് കോണ്ടന്റ്സ് ആയിരിക്കും അതിൽ വരിക? സത്യമായിട്ട് ഇതൊന്നും ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഇല്ല, അതായത് ഇനി എനിക്ക് ആലോചിക്കുന്നത് എന്താ അറിയോ, ഇനി യൂട്യൂബില് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ഇതില് പുതിയതായിട്ട് അങ്ങനെ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു നീഷ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് എന്ന് പറയുന്നത് ഭയങ്കര പാടാ. എന്താ ഇല്ലാത്ത എല്ലാ കൈൻഡ് ഓഫ് കോണ്ടന്റും പല ലാംഗ്വേജ് പല രീതികളിൽ പ്രസന്റ് ചെയ്യുന്നതുണ്ട്. എന്താണ് ഇല്ലാത്തതെന്നുള്ളത് ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് യൂട്യൂബേഴ്സിന്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഡിഫിക്കൽട്ട് അല്ലേ? ആണോ? എനിക്കറിഞ്ഞൂടാ. അല്ലേ? ആണല്ലോ. അതെ. അതായത് എന്ത് ടൈപ്പ് കോണ്ടന്റ്സിന് ചെയ്യണം. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ട്. നമുക്ക് പല ലാംഗ്വേജസിൽ എല്ലാ ടൈപ്പ് കോണ്ടന്റ്സും ഉണ്ട്. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ചെയ്ത എല്ലാ ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവരും റീൽസിലാണല്ലോ ജീവിക്കുന്നത്. 1 മിനിറ്റിൽ കൺവേ ചെയ്യുന്നത്. ഇപ്പൊ റീൽസിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇവർ ഈ 1 മിനിറ്റിലൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒരു ഹോൾ സ്റ്റോറി അതിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബേഴ്സിന് അത് ഭയങ്കര ചാലഞ്ചിങ് അല്ലേ, 1 മിനിറ്റിൽ സ്റ്റോറി കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ. അത് ശരിയാണ്. ഈ പറഞ്ഞ 1 മിനിറ്റ് കൂടുതലൊന്നും ഒരു സാധനവും അത് സിനിമയിൽ വരെ അതിന്റെ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയൊക്കെ വളരെ കുറച്ചുകൂടെ ക്വിക്ക് ആയതായിട്ട് റീസെന്റ് സിനിമകൾ കാണുമ്പോൾ തോന്നാറില്ലേ? കാരണം നമ്മൾ ഈ 1 മിനിറ്റ് കണ്ടന്റ് കണ്ട് ശീലിച്ചേക്കുന്ന ആളുകളാണ് ഇപ്പൊ സിനിമയും കാണുന്നത്. അല്ലെങ്കിൽ 1 മിനിറ്റ് കണ്ടന്റ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും വരെ കാണുന്നില്ല ഇപ്പൊ റീല്. ഇടയ്ക്ക് അപ്പനൊക്കെ ഇൻസ്റ്റഗ്രാമില് റീലൊക്കെ അയക്കും, നീ മറ്റേ ഇതൊന്നും നോക്ക്, ഇത് മറ്റേ വീടിന്റെ വാട്ടർ പ്രൂഫിങ്ങിന് നല്ലതാന്നൊക്കെ പറഞ്ഞ ഒരു സാധനം അയക്കും. അത് നോക്കുമ്പോൾ എന്താ വെച്ചാല് ഇൻസ്റ്റഗ്രാമില്
എവിടെയോ കണ്ടൊരു സാധനം എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ മറ്റേ റീല് സെൻഡ് ചെയ്തേക്കുക. അപ്പോൾ അവർ വരെയും അല്ലെങ്കിൽ എല്ലാ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് എല്ലാവരും കൺസ്യൂം ചെയ്യുന്നുണ്ട് ഈ 1 മിനിറ്റ് കോണ്ടന്റ്. അപ്പോൾ അതിൻ്റെതായ മാറ്റം എല്ലാ പരിപാടിയിലും വരും. 1 മിനിറ്റ് കൂടുതലൊന്നും ഒന്നും കാണാൻ വയ്യ ഇപ്പൊ ആൾക്കാർക്ക്. ഇത്ര നേരമൊക്കെ ആയി കഥ കേൾക്കുമോ എന്തോ. നമ്മള് 2 പാർട്ടായിട്ട് ഇറക്കും ആണല്ലേ? 1 മിനിറ്റ് ആയിട്ട് ഇറക്കാൻ പറ്റുമോ?